പറവൂർ കോടതി പതിവ് പോലെ രാവിലെ 11 മണിക്ക് തന്നെ പ്രവർത്തനം തുടങ്ങി. പ്രിൻസിപ്പൽ സബ് കോടതി ജഡ്ജിയുടെ ഇമെയിലിൽ ഒരു സന്ദേശം. ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോടതിക്കുള്ളിൽ സ്ഫോടനമുണ്ടാകും. കോടതി വരാന്തിയിൽ പലയിടത്തും രക്തക്കറയും കണ്ടു. ഉടൻ മുഴുവൻ കോടതികളും നിർത്തിവെച്ചു. ജഡ്ജിമാരും ജീവനക്കാരും അഭിഭാഷകരും കക്ഷികളുമെല്ലാം പുറത്തേക്കിറങ്ങി. പോലീസും ഫയർഫോഴ്സും ഫോറൻസിക് വിദഗ്ധരുമെത്തി. റൂറൽ എസ് പിയും സ്ഥലത്ത്. അതിനൊന്നും നമ്മൾ തെളിവ് കിട്ടിയിട്ടില്ല. വി ഹാവ് ടു ഗോ ആൻഡ് വെരിഫൈ ചെയ്യാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി നമ്മൾ സൈബർ വഴി അന്വേഷിക്കുന്നുണ്ട്. കോടതികളിലേക്ക് ആരെയും കടത്തിവിടാതെ വിശദമായ പരിശോധന. സമയം 2 മണി കഴിഞ്ഞു. ഭീഷണി വ്യാജമെന്ന് ഉറപ്പിച്ചു. എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ കോടതി മുറ്റത്തെ ഉണങ്ങിയ മരച്ചില്ലകൾ മുറിച്ചു മാറ്റാമോ എന്ന് ഫയർഫോഴ്സിനോട് അഭിഭാഷകരുടെ ചോദ്യം. നിറയെ മരങ്ങളുള്ള കോടതി മുറ്റത്ത് ഒരു കാറ്റ് വന്നാൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ്. കയറും കൊണ്ട് അരമണിക്കൂർ നീണ്ട പരിശ്രമം. ബോംബ് പൊട്ടുമെന്ന ആശങ്കയിൽ വന്ന ഫയർഫോഴ്സുകാർ ഒടുവിൽ മരച്ചില്ലയും പൊട്ടിച്ച് തിരിച്ചുപോയി. കേസും കൂട്ടവുമായി കോടതി വീണ്ടും സജീവമായി. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.